ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സഞ്ജു സാംസൺ എന്ന പേര് കേവലം ഒരു കളിക്കാരൻ്റെതല്ല, മറിച്ച് അത് വലിയൊരു വിഭാഗം ക്രിക്കറ്റ് ആരാധകരുടെ വികാരമാണ്. വിവേചനങ്ങളും അവഗണനകളും നിറഞ്ഞ ഒരു കരിയറിനെ പുഞ്ചിരിയോടെ നേരിട്ട് ലോകോത്തര ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിലേക്ക് സഞ്ജു നടന്നു കയറിയപ്പോൾ അതിന് സാക്ഷിയായി നിന്ന ഒരാളാണ് തിരുവനന്തപുരം എം പി ശശി തരൂർ. സഞ്ജുവിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒരു മാർഗദർശിയെ പോലെ കൂടെ നിന്ന തരൂർ സഞ്ജുവിന്റെ പോരാട്ടങ്ങളെക്കുറിച്ച് പങ്കുവച്ച ഓർമ്മകൾ ഒരു കായിക താരത്തിന്റെ ജീവിതത്തിലെ അതിജീവനത്തിന്റെ പാഠങ്ങളാണ്. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് മൈതാനത്തിൽ മെലിഞ്ഞ രൂപവും നിഷ്കളങ്കമായി പുഞ്ചിരിയുമായി നടന്നിരുന്ന ആ കൗമാരക്കാരനെ ശശി തരൂർ ഇന്നും ഓർക്കുന്നു. അന്ന് സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ലാളിത്യവും ടൈമിങ്ങും കണ്ടപ്പോൾ തരൂർ പറഞ്ഞ ഒരു വാചകമുണ്ട്: "നീ അടുത്ത ധോണിയാകും." എന്നാൽ സഞ്ജുവിന്റെ പ്രതിഭയെ മറ്റൊരു കണ്ണിലൂടെ കണ്ടിരുന്ന ഗൗതം ഗംഭീർ അന്ന് തരൂരിനെ തിരുത്തി. സഞ്ജുവിന് മറ്റാരുടെയും പതിപ്പാകേണ്ടതില്ല, അവൻ ലോകത്തിലെ ഒരേ ഒരു സഞ്ജു സാംസണായി അറിയപ്പെടുമെന്നായിരുന്നു ഗംഭീറിന്റെ വാക്കുകൾ. ഇന്ന് ആ വാക്കുകൾ എത്രത്തോളം സത്യമാണെന്ന് ക്രിക്കറ്റ് ലോകം തിരിച്ചറിയുന്നു. വിക്കറ്റിന് പിന്നിലെ ചടുലതയും ക്രീസിലെ അനായാസമായ സിക്സറുകളിലും സഞ്ജുവിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അത് മറ്റൊരാളെ അനുകരിച്ചതല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെ രൂപപ്പെടുത്തിയെടുത്തതാണ്. പലർക്കും അറിയാത്ത സഞ്ജുവിന്റെ ജീവിതത്തിലെ നിർണായകമായ അധ്യായം ശശി തരൂർ തന്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തി. ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം സഞ്ജുവിന്റെ വിദ്യാഭ്യാസത്തിന് പലപ്പോഴും തടസ്സമായിരുന്നു. 10ാം ക്ലാസ്സിലെ പഠനകാലത്ത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളുടെ തിരക്ക് കാരണം സഞ്ജുവിന് സ്കൂളിൽ ആവശ്യത്തിന് ഹാജരുണ്ടായിരുന്നില്ല. നിയമപരമായ കാരണങ്ങളാൽ സഞ്ജുവിന് പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന അവസ്ഥ വരെ വന്നു. ഒരു കായിക താരത്തിന്റെ ഒരു വർഷം വെറുതെ നഷ്ടമാകുന്നത് അവന്റെ കരിയറിനെ തന്നെ ബാധിച്ചേക്കാം. ഈ ഘട്ടത്തിലാണ് ശശി തരൂർ ഇടപെടുന്നത്. കായിക മേഖലയിൽ മികവ് തെളിയിക്കുന്ന പ്രതിഭകൾക്ക് പഠനകാര്യങ്ങളിൽ പ്രത്യേക ഇളവുകൾ നൽകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം അധികൃതരെ ബോധ്യപ്പെടുത്തി. തരൂരിന്റെ ഇടപെടലിലൂടെ സഞ്ജുവിന് പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചു. ആ പരീക്ഷയിൽ സഞ്ജു മികച്ച വിജയം നേടുകയും ചെയ്തു. ഒരു പ്രതിഭയുടെ വഴിയിൽ നിയമത്തിന്റെ വാദങ്ങൾ തടസ്സമാകരുതെന്ന തരൂരിന്റെ നിശ്ചയദാർഢ്യമാണ് അന്ന് സഞ്ജുവിനെ തുണച്ചത്. സഞ്ജുവിന്റെ കരിയർ എന്നും വിവാദങ്ങളുടെയും അവഗണനകളുടെയും നിഴലിലായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടും ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജുവിന് സ്ഥിരമായ ഒരിടം ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഈ അനീതിയോട് സഞ്ജു പ്രതികരിച്ചത് തന്റെ ബാറ്റ് കൊണ്ടായിരുന്നെങ്കിൽ പുറത്ത് ആ വേദന അനുഭവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് സാംസൺ വിശ്വനാഥ് ആയിരുന്നു. തന്റെ മകൻ നേരിടുന്ന വിവേചനത്തിൽ സാംസൺ വിശ്വനാഥ് അനുഭവിച്ച രോഷവും സങ്കടവും താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും തരൂർ പറയുന്നു. ഒരു പിതാവ് തന്റെ മകനു വേണ്ടി നടത്തുന്ന പോരാട്ടം തരൂരിനെ വൈകാരികമായി സ്വാധീനിച്ചു. അർഹതയുള്ള ഒരു മലയാളി താരത്തിനു വേണ്ടി ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ ശശി തരൂർ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട്. മലയാളി ആയതുകൊണ്ടാണോ സഞ്ജു അവഗണിക്കപ്പെടുന്നതെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതിന് മുൻപേ തരൂർ ആ വിഷയം ഗൗരവകരമായി എടുത്തിരുന്നു. മറ്റ് താരങ്ങളിൽ നിന്നും സഞ്ജുവിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമയാണ്. ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോഴും പകരക്കാരനായി മാത്രം അവഗണിക്കപ്പെട്ടപ്പോഴും സഞ്ജു ഒരിക്കലും സെലക്ഷൻ കമ്മിറ്റിക്കെതിരെയോ BCCIക്കെതിരെയോ സംസാരിച്ചിട്ടില്ല. ഈ ശാന്തതയെ ശശി തരൂർ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ ക്രീസിൽ നിലയുറപ്പിക്കുന്ന സഞ്ജുവിന്റെ അതേ ശൈലി തന്നെയാണ് ജീവിതത്തിലും. പരാതികളില്ലാതെ കഠിനാധ്വാനം തുടരുക എന്ന സഞ്ജുവിന്റെ നയം തരൂർ വിശേഷിപ്പിച്ചത് മൈതാനത്തെ ആത്മധൈര്യം എന്നാണ്. ഒരു T20 സ്പെഷ്യലിസ്റ്റ് എന്ന ലേബലിനപ്പുറം ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലും തന്റെ മുദ്ര പതിപ്പിക്കാൻ സഞ്ജു പ്രാപ്തനാണെന്ന് തരൂർ വിശ്വസിക്കുന്നു. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഇനിയാണ് വരാനിരിക്കുന്നതെന്ന് തരൂർ പ്രവചിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലും ബംഗ്ലാദേശിലും സഞ്ജു നടത്തിയ സെഞ്ചുറി നേട്ടങ്ങൾ ഇതിന്റെ തെളിവാണ്. വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് സഞ്ജു തന്റെ കരിയറിലെ സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശശി തരൂരിന്റെ ഓർമ്മക്കുറിപ്പുകൾ വ്യക്തമാക്കുന്നത് സഞ്ജു സാംസൺ എന്നത് കേവലം ഒരു ക്രിക്കറ്റ് താരത്തിന്റെ പേര് മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് യുവാക്കൾക്കുള്ള പ്രചോദനമാണെന്നാണ്. പ്രതിഭയുണ്ടായിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ തളർന്നു പോകാതെ കിട്ടുന്ന അവസരങ്ങളിൽ വിശ്വരൂപം പുറത്തെടുക്കുന്ന സഞ്ജുവിന്റെ രീതി വേറിട്ട് നിൽക്കുന്നു. ശശി തരൂർ എന്ന രാഷ്ട്രീയ നേതാവ് സഞ്ജു എന്ന കായിക താരത്തിന് നൽകിയ പിന്തുണ ഒരു പ്രതിഭയെ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സഞ്ജുവിന്റെ ഓരോ സിക്സറിലും മലയാളിയുടെ അഭിമാനം ഉയരുമ്പോൾ അതിന് പിന്നിലെ കഠിനമായ പോരാട്ടത്തിന്റെ കഥകൾ തരൂരിനെ പോലെയുള്ളവർ ഓർമ്മിപ്പിക്കുന്നത് വരും തലമുറയ്ക്കും കരുത്തേകും. സഞ്ജുവിന്റെ ക്രിക്കറ്റ് കരിയർ പ്രതിഭയും പോരാട്ടവീര്യം ഒത്തുചേർന്ന ഒരു വിസ്മയഗാഥയാണ്. കേരളത്തിലെ വിഴിഞ്ഞം എന്ന തീരദേശ ഗ്രാമത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് സഞ്ജു വളർന്നത് അനേകം പ്രതിസന്ധികളെ മറികടന്നാണ്. 2013 രാജസ്ഥാൻ റോയൽസിനായി IPLൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു തന്റെ 19ാം വയസ്സിൽ തന്നെ ഒരു പക്വതയുള്ള ബാറ്റ്സ്മാനായി ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ക്രീസിലെ അനായാസമായ ശൈലിയിലും ടൈമിങ്ങിലും അദ്ദേഹത്തിന് മറ്റ് താരങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നുണ്ട്. എങ്കിലും സഞ്ജുവിന്റെ കരിയർ അത്ര സുഗമമായിരുന്നില്ല. മികച്ച പ്രകടനം നടത്തിയിട്ടും ഇന്ത്യൻ ദേശീയ ടീമിൽ സ്ഥിരതയോടെ അവസരം ലഭിക്കാൻ അദ്ദേഹത്തിന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. പലപ്പോഴും അസ്ഥിരത എന്ന ലേബൽ ചാർത്തി സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയത് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ അവഗണനകളെല്ലാം പുഞ്ചിരിയോടെ നേരിട്ട സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും തന്റെ കരുത്ത് വീണ്ടും വീണ്ടും തെളിയിച്ചു. രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ എന്ന നിലയിൽ സഞ്ജു കാണിക്കുന്ന പക്വതയും നേതൃത്വ പാഠവും അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാണ്. യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ നയിക്കുന്നതിലും അദ്ദേഹം വലിയ മാതൃകയാണ്. അടുത്തിടെ അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ തുടർച്ചയായി സെഞ്ചുറികൾ നേടി സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണെന്ന് തെളിയിച്ചു. T20 സ്പെഷ്യലിസ്റ്റ് എന്നതിനപ്പുറം ഏകദിനത്തിലും ടെസ്റ്റിലും തിളങ്ങാനുള്ള കരുത്ത് സഞ്ജുവിനുണ്ടെന്നത് ഓരോ മത്സരവും അടിവരയിടുന്നു.